ലോകത്ത് ഏറ്റവും കൂടുതൽ കാലം ജീവിക്കുന്ന ആളുകൾ ഏത് രാജ്യക്കാരാണെന്ന് ചോദിച്ചാൽ പലർക്കും അറിയില്ല. പക്ഷെ തമിഴ്നയിൽ കണ്ടു കാണും. ജപ്പാനിലുള്ള ആളുകളാണ് ഏറ്റവും കൂടുതൽ കാലം ജീവിക്കുന്നത്. ജപ്പാനിലുള്ള ആളുകൾ ശരിക്കും 100 വയസ്സിന് മുകളിലാണ് മിക്ക ആളുകളും ജീവിക്കുന്നത്. പക്ഷെ നമ്മൾ വിചാരിക്കും ഇവർ കിടപ്പായിരിക്കും, അല്ലെങ്കിൽ പല അസുഖങ്ങളൊക്കെ ഈ സമയത്ത് കാണുമെന്നാണ്. പക്ഷേ ഇവർക്ക് അസുഖങ്ങളൊന്നുമില്ല. വളരെ ഹെൽത്തി ആയിട്ട് നടക്കാൻ പറ്റും. അവരുടെ സ്വന്തം കാര്യങ്ങൾ അവർക്ക് ചെയ്യാൻ പറ്റും. പല ആളുകളും ഈ പ്രായത്തിലും ജോലി ചെയ്യുന്നവർ തന്നെ ഉണ്ട്. 2 മില്യൺ ആളുകളാണ് ജപ്പാനിലുള്ളത്, 90 വയസ്സ് കഴിഞ്ഞ വ്യക്തികൾ. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത്തരം ആളുകൾ കിടപ്പായിരിക്കും, അല്ലെങ്കിൽ എഴുന്നേറ്റ് പോലും നടക്കാൻ പറ്റാത്തവരാണ്. ഇവർക്ക് വളരെ ആരോഗ്യകരമായിട്ട് അവർ പല കാര്യങ്ങളും സ്വന്തമായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. ജോലി ചെയ്യുന്ന വ്യക്തികൾ തന്നെ ധാരാളം ജപ്പാനിലുണ്ട്. ഞാൻ ജപ്പാനിൽ ഒരു 9 വർഷം മുമ്പ് പോയിട്ടുണ്ട്. എൻ്റെ ഒരു പ്രബന്ധം ഏഷ്യൻ കോളേജ് ഓഫ് എമർജൻസി മെഡിസിൻ പ്രസൻറ്റ് ചെയ്യാനായിട്ട്. അത് ഇൻ്റർനാഷണൽ പബ്ലിക്കേഷനിലൊക്കെ വന്ന ഒരു വലിയൊരു ജേർണലാണ്. അപ്പോൾ അതിനകത്ത് പോയപ്പം ഏകദേശം ഒരു 15ഓളം ദിവസം അവിടെ താമസിക്കാനും ഇവരുമായിട്ടൊക്കെ ഇടപഴകാനായിട്ടൊക്കെ പറ്റി. കുറേ ആളുകളെ ഞാൻ നിരീക്ഷിച്ച സമയത്ത് കുറേ കാര്യങ്ങൾ അവർ ശ്രദ്ധിക്കുന്നുണ്ട്. ഇവരുടെ ജീൻ കാരണമല്ല ഇവർ വളരെ ഹെൽത്തി ആയിട്ടിരിക്കുന്നത്. ഇവർ 3 കാര്യങ്ങൾ ഒഴിവാക്കുകയും ഏകദേശം 7ഓളം കാര്യങ്ങൾ ജീവിതത്തിൽ കൃത്യമായി പാലിക്കുകയും ചെയ്യുന്നതുകൊണ്ടാണ് ഇവരുടെ ലൈഫ് സ്പാൻ ഇത്രയും നല്ലതായിട്ടിരിക്കുന്നതും അതുപോലെ ഹെൽത്തി ആയിട്ടിരിക്കുന്നതും. നേരത്തെ പറഞ്ഞതുപോലെ 2 മില്യൺ ആളുകളാണ് 90 വയസ്സിന് മുകളിലുള്ളത്. 70,000 ആളുകളാണ് 100 വയസ്സിന് മുകളിൽ ജപ്പാനിലുള്ളത്. ഇവരുടെ ആവറേജ് ലൈഫ് സ്പാൻ എന്ന് പറഞ്ഞാൽ 84.2 ഇയേഴ്സാണ്. ആണുങ്ങൾ എടുക്കുകയാണെങ്കിൽ 81.1 ഇയർ ആണ് അവരുടെ ആവറേജ് ലൈഫ് സ്പാൻ. ഫീമെയിൽസിൻ്റെ ലൈഫ് സ്പാൻ എടുക്കുകയാണെങ്കിൽ 87.1 ഇയർ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർ ഏകദേശം ഇവരുടെ മൊത്തം പോപ്പുലേഷൻ എടുക്കുമ്പോൾ 80 വയസ്സിന് മുകളിലാണ് എല്ലാ ആളുകളും. ഇവരുടെ പൊണ്ണത്തടി എന്ന് പറയുമ്പോൾ ലെസ് ദാൻ 3.5% ആണ്. ലോകത്ത് തന്നെ ഏറ്റവും കുറവ് പൊണ്ണത്തടിയുള്ള രാജ്യത്തിലൊന്നാണ് ജപ്പാൻ. ജപ്പാനിലുള്ള ആളുകൾക്ക് പൊണ്ണത്തടി വളരെ കുറവാണ്. ഇപ്പോൾ ഇവർ ഒഴിവാക്കുന്ന 3 കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഇവർ ഷുഗർ പൂർണ്ണമായിട്ട് ഒഴിവാക്കാറുണ്ട്. കൃത്യമായിട്ടുള്ള ഒരു ഷുഗറും മിക്ക ആളുകളും ആഹാരത്തിൽ ഉൾപ്പെടുത്താറില്ല. രണ്ടാമതായിട്ട് പ്രോസസ്ഡ് ആയിട്ടുള്ള ഫുഡുകൾ ഇവർ കഴിക്കാറില്ല. അതായത് ഒത്തിരി നാൾ കേടാകാതെ വെക്കുന്ന പല സാധനങ്ങളും ഇവർ ഉപയോഗിക്കാറില്ല എന്നുള്ളതാണ്. മൂന്നാമത്തെ കാര്യം, ഇവർ സ്ട്രെസ് ഒഴിവാക്കാനായിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതെല്ലാം ചെയ്യും. ഇവർ മെഡിറ്റേഷൻ ചെയ്യാറുണ്ട്. അതുപോലെ ഇവർക്ക് പലതരത്തിലുള്ള ടെക്നിക്കുണ്ട്. കെയ്സൻ ടെക്നിക്ക്, ഇക്കിഗായ് മെത്തേഡ് എന്നൊക്കെ പറഞ്ഞ് പല മെത്തേഡുണ്ട്. ഞാനത് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അപ്പോൾ അത് മനസ്സിലാകുമ്പോൾ തന്നെ മനസ്സിലാവും അവരെങ്ങനെയാണ് സ്ട്രെസ്, അവരുടെ മാനസിക സമ്മർദ്ദം അവർ കുറയ്ക്കാൻ വേണ്ടി എന്തൊക്കെ മെത്തേഡ്സാണ് ചെയ്യണമെന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് വേറെ ദിവസം പറയാം. ഇത് കൂടാതെ ഇവർ ആഹാരത്തിൽ ഉൾപ്പെടുത്തുന്ന കുറേ കാര്യങ്ങളുണ്ട്. ഇവർ ഫ്രഷ് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് കിട്ടുന്നത് കഴിച്ചുകൊണ്ടേയിരിക്കും. പ്രത്യേകിച്ചും സീസണലായിട്ടുള്ള ഫ്രൂട്ട്സ്, അതായത് ആ ഒരു കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായിട്ടുള്ള ഫ്രൂട്ട്സും വെജിറ്റബിൾസും ധാരാളം കഴിക്കാറുണ്ട്. മുട്ട ധാരാളം കഴിക്കുന്ന ഒരു കാര്യമാണ്. പിന്നെ ഇവർ സീ ഫുഡ്, പ്രധാനമായിട്ട് മീൻ കറി വെച്ച് ഇവർ കഴിക്കും. ഈ മീനിൻ്റെ അത് ധാരാളം ഗുണങ്ങളുണ്ട്. ഒമേഗ 3 ഫാറ്റി ആസിഡ്സും അതിൽ വൈറ്റമിൻസും മിനറൽസും ധാരാളം ഉള്ളതുകൊണ്ട് ഈ മീനാണ് ഇവരുടെ ഒരു ആരോഗ്യത്തിൻ്റെ ഒരു പ്രധാന കാരണം. പിന്നെ വളരെ കുറച്ച് കാർബോഹൈഡ്രേറ്റ്സ് മാത്രമേ കഴിക്കുകയുള്ളൂ. വളരെ ലിമിറ്റഡ് ആയിട്ട് മാത്രമേ ഇവർ കാർബോഹൈഡ്രേറ്റ്സ് കഴിക്കാറുള്ളൂ. പിന്നെ ഒരു പ്രധാനമായിട്ട് ഇവർ കഴിക്കുന്ന വേറെ പേരാണ് സീവീഡ് ഇവർ സ്ഥിരമായിട്ട് കഴിക്കുന്ന ഒരു കാര്യമാണ്. മിക്ക ആളുകളും ആഹാരത്തിൽ ഉൾപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. പിന്നെ ഇവർ കഴിക്കുന്ന ആഹാരങ്ങൾ വളരെ കുറച്ച് എമൗണ്ട് മാത്രമുള്ള, വലിയ നമ്മൾ കഴിക്കുന്ന പോലെ നിറച്ച് ചോറിട്ട് ഫുൾ കറികളിട്ട് അങ്ങനെയല്ല കഴിക്കുന്നത്. വളരെ കുറച്ച് ആഹാരം മാത്രമേ കഴിക്കുകയുള്ളൂ. ഒരു 2-3 വർഷം കഴിക്കും. പക്ഷെ വളരെ മിനിമം എമൗണ്ട് ഇവർ കഴിക്കാറുള്ളൂ. പിന്നെ ഞാൻ ജപ്പാനിൽ പോയ സമയത്ത് ശ്രദ്ധിച്ചാണ് ഇവർ കൂടുതൽ നടക്കും. റോഡിലൊന്നും ആൾക്കാരെ കാണാറേ ഇല്ല. ഇവർ നടക്കുന്ന മൊത്തം ഈ അടിയിലോ, അതായത് അണ്ടർഗ്രൗണ്ട് പാസേജ് ഉണ്ടാവും, അല്ലെങ്കിൽ ഫുൾ ടൈം നടത്തോ. റോഡിലൊന്നും ആൾക്കാരല്ല. റോഡിൽ കാറുകൾ വളരെ കുറവായിരുന്നു. ആക്ച്വലി ഞാൻ പോയ സമയത്താണ്. ഫുൾ നടത്തമാണ്. എപ്പോഴും പ്രായമുള്ള ആളുകളെല്ലാം നടത്തമാണ്. പിന്നെ അതുപോലെ തന്നെ വളരെ അച്ചടക്കത്തോടെയാണ് ഇവർ നിൽക്കുന്നതെല്ലാം. ഇവരൊരു ക്യൂ, ഇപ്പോൾ സാധാരണ ട്രെയിനിലൊക്കെ നമ്മൾ അറിയാമല്ലോ, എല്ലാവരും കൂടി നിൽക്കും. അങ്ങനെയൊന്നുമല്ല, ഒരു ലൈനായിട്ടേ നിൽക്കുകയുള്ളൂ. അതുപോലെ എസ്കലേറ്ററിൽ പോകുമ്പോൾ ഒരു സൈഡിൽ മാത്രമായിട്ടേ നിൽക്കുകയുള്ളൂ. ഇവർക്ക് സൈലൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളൊക്കെ സാധാരണ ട്രെയിനിലൊക്കെ ഇരിക്കുമ്പോൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സംസാരിക്കുമല്ലേ. അപ്പോൾ ഞങ്ങൾ പോയ സമയത്ത് എൻ്റെ സുഹൃത്തുക്കളുണ്ടായി. ഞങ്ങൾ സംസാരിച്ച സമയത്തെല്ലാം അവരിങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവർ സൈലൻസ് ആണ് അവർക്ക് വേണ്ടത്. അവർ ബുക്കും വായിച്ച്, ട്രെയിനിൽ കയറി കഴിഞ്ഞാൽ ഒരു ബുക്കും വായിച്ച് മിണ്ടാതിരുന്ന് നോക്കും. ജപ്പാനിൽ ഇത്രയും കാലം ജീവിക്കാൻ പറ്റുന്നതിൻ്റെ കാര്യം മനസ്സിലായല്ലോ. 3 കാര്യങ്ങൾ ഒഴിവാക്കിയേ പറ്റൂ. പഞ്ചസാര പൂർണ്ണമായിട്ട് ഒഴിവാക്കുക, പ്രോസസ്ഡ് ഫുഡ് പൂർണ്ണമായിട്ട് ഒഴിവാക്കുക, അതുപോലെ സ്ട്രെസ് മാക്സിമം ഒഴിവാക്കുക. ബാക്കി പാലിക്കേണ്ട കാര്യം, മാക്സിമം ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് സ്ഥിരമായിട്ട് ഇടയ്ക്കിടയ്ക്ക് കഴിച്ചുകൊണ്ടിരിക്കുക. അതുപോലെ കാർബോഹൈഡ്രേറ്റ്സിൻ്റെ അളവ് വളരെയധികം കുറയ്ക്കുക. മീൻ ധാരാളം ഉൾപ്പെടുത്തുക. മുട്ട നല്ലോണം കഴിക്കുക. അതുപോലെ തന്നെ മെഡിറ്റേഷൻസ് ചെയ്യുക. സ്ട്രെസ് കുറയ്ക്കാനുള്ള മെത്തേഡ്സ് ചെയ്യുക. സീവീഡ് കഴിക്കുന്നുണ്ട് അവർ. ഉറക്കം നല്ലോണം ചെയ്യുന്നുണ്ട്. നല്ലോണം വ്യായാമം ചെയ്യുന്നുണ്ട്. നല്ലോണം നടക്കുന്നുണ്ട്. നല്ല സ്പീഡിലാണ് അവർ നടക്കുന്നത്. ഇത്തരം കാര്യം ചെയ്തു കഴിഞ്ഞാൽ ഇവരെ പോലെ ഒരു ഹെൽത്തി ലൈഫ്, നമ്മൾ ജീവിക്കുന്നത്രയും കാലം നല്ല ഹെൽത്തി ആയിട്ടും ആരോഗ്യവാനായിട്ടും ഇരിക്കാം. മറ്റു അസുഖങ്ങളൊന്നും പിടിപെടാതെ ജീവിക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇത് ധാരാളം ആളുകളിലോട്ട് ഈ ഒരു ടോപ്പിക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഞാൻ ഡോക്ടർ ഡാനിഷ് സലീം.